ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഫഹദ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മളെ ക്ലോക്ക് ഡിസൈനുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ക്ലോക്ക് ഡിസൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗോൾഡ് ലീഫി എന്ന് പറഞ്ഞ ഒരു ഫോയിൽ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇതിന് നല്ല പ്ലെയിൻ ആയ ഒരു ക്ലോക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് സ്റ്റിക്കും ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് ഡിസ്പോസിബിൾ സ്പൂൺ. ഇതാണ് ഞാൻ പറഞ്ഞ ഗോൾഡ് ലീഫിംഗ് ഫോയില്. ഇത് വളരെ നൈസായതാണ്, തൊടുമ്പം തന്നെ കീറിപ്പോകുന്ന ടൈപ്പാണ് കേട്ടോ. ഇതൊരു കഷ്ണമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് ഒരു ഫോയിൽ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് വേണ്ടുന്നത് ഗ്ലൂ ആണ്. ഗ്ലൂ അല്പം സ്പൂണിൻ്റെ മുകളിൽ ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. കുറേ ആക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ആയി കൊടുക്കാം. അതിനുശേഷം ഒരു തുണിയിൽ കൈ തുടക്കണം, ഇല്ലെങ്കിൽ ഫോയിൽ ഒട്ടിയിട്ട് കീറിയിട്ട് ലാക്കാവും. അതിനുശേഷം പതുക്കെ നമ്മൾ ഫോയിൽ സ്പൂണിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ചതിന് ശേഷം സോഫ്റ്റ് പെയിൻറ്റിങ് ബ്രഷ് കൊണ്ട് നല്ലപോലെ ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. ബാക്കി വരുന്ന ഭാഗം ഒരു കൊള്ളി വെച്ച് നമുക്ക് കീറി മാറ്റാം. നല്ലപോലെ പെയിൻറ്റിങ് ബ്രഷ് കൊണ്ടൊന്ന് അമർത്തി നല്ല വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ ക്ലോക്കിൻ്റെ ഈ ബോർഡറിലും കൂടി ഈ ഗോൾഡ് ഫോയിൽ ഒട്ടിക്കണം. അതിനുവേണ്ടി നമുക്ക് ബാക്കിലെ ഈ 4 സ്ക്രൂ ഊരിയിട്ട് ആ ബോർഡർ എടുക്കാം. ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം ഇതിന് ചില്ലെടുത്ത് മാറ്റാം. നമുക്കിവിടെ മുഴുവനായിട്ട് ഗോൾഡ് ഫോയിൽ ഒട്ടിക്കേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ സ്പൂണിൽ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഗ്ലൂ അപ്ലൈ ചെയ്ത് നല്ലപോലെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം ഗോൾഡ് ഫോയിൽ ഒട്ടിക്കേണ്ടതാണ്. ഇത് നല്ലപോലെ സ്പ്രെഡായി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ചുറ്റുപാടാക്കണം. ഇത് നമുക്കിത് ക്ലോക്കിലേക്ക് ഇടാം. ഫ്രണ്ട്സ്, ക്ലോക്ക് നല്ല ഭംഗിയായിട്ടുണ്ട്. ഓറഞ്ച് കളർ ഇപ്പോൾ ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ള സ്പൂൺസും ആക്കിയിട്ട് ഇതിലേക്ക് അങ്ങനെ സ്റ്റിക്ക് ചെയ്യേണ്ടത് നോക്കാം. പിന്നെ ഞാനിവിടെ ക്ലോക്കിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി 3 സൈസിലുള്ള സ്റ്റിക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. ഒന്ന് വലുത് 12 എണ്ണം, അതിൻ്റെ ചെറുതും 12, പിന്നെ നന്ന ചെറുത് 24 ഇതിന് ഞാൻ ബ്ലാക്ക് പെയിന്റ് എടുത്ത് അടിച്ചിട്ടുണ്ട്. ഇതുപോലെ മുഴുവനും അടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഈ സ്റ്റിക്കിനെ ക്ലോക്കിലേക്ക് ഒട്ടിക്കാം. ഞാൻ ഇവിടെ ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇത് ഗ്ലൂ ഗൺ നമുക്ക് ക്ലോക്കിലേക്ക് ആക്കാം.
അതുപോലെ ഈ 4 സൈഡും വലിയ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വലിയ സ്റ്റിക്കുകളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം സൈസുള്ള സ്റ്റിക്കുകളെല്ലാം ഈ വലിയ സ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ മുഴുവനായി ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ മീഡിയം സൈസിലുള്ള സ്റ്റിക്ക് വലിയ സ്റ്റിക്കിൻ്റെ ഇടയിലായി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റുള്ള ഏറ്റവും ചെറിയ സ്റ്റിക്ക് ഈ 2 വലുതിൻ്റെയും അതിൻ്റെ ചെറുതിൻ്റെയും ഇടയിലായിട്ട് ഗ്യാപ്പ് വരുന്നില്ലേ, അതിൻ്റെ ഈ ഭാഗവും ഒക്കെ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുത്തേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതാ മുഴുവനായി സ്റ്റിക്കൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അല്പം ഗ്ലൂ ഗണ്ണ് ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ടുണ്ട്, സ്റ്റിക്ക് കളയിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ സ്പൂണിൽ ഗോൾഡൻ ഫോയിലിംഗ് പേപ്പർ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അതിനി ഈ സ്പൂണിൻ്റെ ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഗോൾഡ് വരുന്ന ഭാഗം ഏകദേശം ഇത്ര ഭാഗം നമുക്ക് മുറിച്ച് മാറ്റിയെടുക്കാം. അതേപോലെ എല്ലാ സ്പൂണും നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മുറിച്ച് വെച്ച സ്പൂൺ ഉണ്ടായിരുന്നു, അത് നമുക്ക് ഈ സ്റ്റിക്കിൻ്റെ തറ്റത്തായിട്ട് മുഴുവനായി ഒട്ടിച്ചു കൊടുക്കാം. അതിനു വേണ്ടി സ്പൂണിൻ്റെ ഈ തറ്റത്തും ഇതുപോലെ ഇപ്പുറത്തെ തറ്റത്തും നമുക്ക് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഈ ഭാഗം കൊള്ളിൻ്റെ അറ്റത്താക്കിയിട്ടാണ് ഒട്ടിക്കേണ്ടത്. ഇതുപോലെ ഫ്രണ്ട്സ്, ഞാൻ ഇതിവിടെ മുഴുവനായി സ്പൂൺ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കാണാൻ നല്ല സ്വർണം പോലെയുണ്ട്. അപ്പോൾ ക്ലോക്ക് വോളിൽ തൂക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പം നല്ല സ്വർണത്തിൻ്റെ കളറുള്ള ക്ലോക്കാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.